ഹലോ ബഡീസ്, വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങളിന്ന് ചേന്ദമംഗലത്ത് വിഷു മാറ്റച്ചന്തയിലാണ് ഉള്ളത്. വടക്കം പറവൂരിലാണ് ചേന്ദമംഗലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മളുടെ പൈതൃകമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫങ്ഷനാണ്, ഫെസ്റ്റിവലാണ്. വിഷുവിനോടനുബന്ധിച്ച് ഈ ഒരു ഗ്രൗണ്ടിൽ നടക്കുന്ന വെറും 3-4 ദിവസം മാത്രം നടക്കുന്ന ഒരു ചന്തയാണിത്. ഇതിൽ പഴയ കാലത്തെ നമ്മളുടെ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ, നമ്മളുടെ പൈതൃകത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചന്തയാണിത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കുറേ തുണിത്തരങ്ങൾ, അതിൽ ചേന്ദമംഗലം കൈത്തറിയുടെ ഉണ്ട്, അതുപോലെ തന്നെ മറ്റു കൈത്തറി സംരംഭത്തിൻ്റെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുള്ള കുറേ ഗൃഹോപകരണങ്ങൾ, മൺപാത്രങ്ങൾ, അതുപോലെ തന്നെ മുള കൊണ്ടും പായ കൊണ്ടുമൊക്കെ നിർമ്മിച്ചേക്കുന്ന പല എക്യുപ്മെൻറ്റ്സ്, നമ്മൾ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ തീർച്ചയായും ഇപ്പോഴുള്ള കാലങ്ങളിലുള്ള പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഉപകരണങ്ങളും കളിപ്പാട്ടങ്ങളും എല്ലാം ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഫ്രൂട്ട്സ്, മാങ്ങക്കാലമായതുകൊണ്ട് ഇഷ്ടംപോലെ മാങ്ങയുടെ സ്റ്റോളുകളുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ഐസ്ക്രീം പാർലറും പോലുള്ള സാധനങ്ങളും ഉണ്ട്. എന്നാലും കൂടുതലായിട്ടും നമ്മളെ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള മൺപാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. പിന്നെ നമ്മൾ നെയ്തുണ്ടാക്കുന്ന പായകൾ, അങ്ങനെ മുള കൊണ്ടുള്ളത്, ഭരണികൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മീൻ, ഉണക്കമീൻ വരെ നമുക്കിതിലുണ്ട്. ഒരു 2-3 സ്റ്റോള് ഞാൻ കണ്ടിരുന്നു. ഒരുപാട് ടൈപ്പ് മാങ്ങകൾ, നമുക്ക് നാടൻ മാങ്ങകളാണ്. പറവൂരും പരിസര പ്രദേശങ്ങളിലൊക്കെ കിട്ടുന്ന നാടൻ മാങ്ങകൾ അവർ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. എല്ലാത്തിനും ആവറേജ് ഒരു 100 രൂപ രീതിയിലാണ്. എല്ലാം നാടൻ മാങ്ങകളാണ്. പിന്നെ കുട്ടികൾക്കുള്ള ഐസ്ക്രീം പാർലറുകളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഗൃഹോപകരണ സാധനങ്ങളും, പിന്നെ പിള്ളേർക്കും കുട്ടികൾക്കൊക്കെ ഉൾപ്പെടെയുള്ള ഫാൻസി ഐറ്റംസ് ഇതൊക്കെയുണ്ട്. ഇതിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് നമ്മളുടെ കൊച്ചി രാജകുടുംബത്തിലെ പ്രഭുക്കന്മാരായിരുന്ന പാലിയത്തച്ഛന്മാർ, അതൊരു കുടുംബമാണ് പാലിയ കുടുംബം. അപ്പോൾ ആ പാലിയത്തച്ഛന്മാരായിട്ട് തുടങ്ങി വെച്ച ഒരു ചന്തയാണിത്. ഇതിപ്പോൾ വിഷുവിനോടനുബന്ധിച്ചാണ് ഇതിപ്പോൾ നടത്തിക്കൊണ്ട് വരുന്നത്. വിഷുവിന് മുമ്പായിട്ടൊരു 3-4 ദിവസമാണ് ഇപ്പോൾ ഈ ചന്ത ഉണ്ടാകുന്നത്. പണ്ട് കാലങ്ങളിൽ ഇത് ബാർട്ടർ സംവിധാനം നിലനിന്നിരുന്ന സമയത്ത് മാറ്റച്ചന്തയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. പാലിയത്തച്ഛന്മാരായിട്ട് ഉണ്ടാക്കിയ ഒരു രീതി അനുസരിച്ച് നമ്മൾ സാധനങ്ങൾ കൊടുക്കുകയും മറ്റുള്ളവരുടെ കയ്യിലുള്ള സാധനങ്ങൾ, ഉൽപ്പന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും പറ്റുന്ന ഒരു മാറ്റച്ചന്തയായിരുന്നു. ഇന്നിപ്പോൾ അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു. പക്ഷേ അത് പണ്ടത്തെ നമ്മളുടെ ഒരു നാടിൻ്റെ പൈതൃകം ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്ക് ഇതിപ്പോഴും നടത്തിക്കൊണ്ട് പോകുന്നു എന്ന് മാത്രമല്ല. വെറും 3-4 ദിവസം വിഷുവിന് മുമ്പ്, വിഷു 14-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതി വിഷു എന്നാണോ അതിൻ്റെ തലേദിവസം. ഇപ്രാവശ്യം വിഷു 15-ാം തീയതിയാണ്. അപ്പോൾ 14-ാം തീയതിയോടുകൂടി ഈ ചന്ത അവസാനിക്കും. അപ്പോൾ അത് മുസരീസ് ബിനാലയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അത് നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ കയറി കണ്ടപ്പോൾ കുറച്ച് മാങ്ങകൾ വാങ്ങിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. കുറച്ച് മാങ്ങകൾ, പലതരത്തിലുള്ള മാങ്ങകളുണ്ട്. ഇത് ചിങ്കരി മാങ്ങയെന്ന് പറഞ്ഞ ഒരു മാങ്ങ, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. നാടൻ മാങ്ങകളാണ്. അതുപോലെ തന്നെ ചന്ദ്രക്കാരൻ, അതുപോലെ തന്നെ മൂവാണ്ടൻ, പ്രിയൂര്, പിന്നെ വേറെ 2-3 ടൈപ്പും കൂടി പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പേര് ഓർക്കുന്നില്ല. ഇതൊരു മെഴുകുതിരി സ്റ്റോള് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ കയറിയതാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള, നല്ല സുഗന്ധം ഉള്ളത്, അതായത് പെർഫ്യൂമുമായിട്ട് കൂടിയുള്ള മെഴുകുതിരി സ്റ്റോൾ, അതും കൂടി അവൈലബിൾ ആണ് ഇവിടെ. 125 രൂപയാണ് ഈ കാണുന്ന പാക്കറ്റിനുള്ളത്, ഈ ഒരു ഇതിനുള്ളത്. അതിൽ പല ഫ്ലേവറിലുണ്ട്. ചെറിയുടെ ഫ്ലേവറിലുണ്ട്, അങ്ങനെ ചോക്ലേറ്റ്, വാനില, അങ്ങനെ പല സ്മെല്ലോട് കൂടിയ ക്യാൻഡിൽസാണ്. അതുപോലെ തന്നെ ഫാൻസി ആയിട്ടുള്ള ഒരുപാട് ക്യാൻഡിൽസും അവിടെ കണ്ടിട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ നോക്കി. ഇപ്പോൾ വിഷുവിനോടനുബന്ധിച്ച് ഒരുപാട് ആളുകൾ, പറവൂരും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഒരു വിസിറ്റിന് വേണ്ടിയും അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഈ ഉത്സവ സീസണുകളിൽ വന്ന് പോകുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇതൊക്കെ കാണാനും കൂടി വരുന്നവരും ഉണ്ട് എന്നുള്ളതാണ്.
ഇപ്പോൾ ഏകദേശം ഇതിപ്പോൾ ബാർട്ടർ സംവിധാനം അല്ലാത്തിൽ തുടങ്ങിയ ഒരു സംവിധാനം ആണെങ്കിലും നമ്മളുടെ ഒരു പൈതൃകം നിലനിർത്തിക്കൊണ്ടുവരിക, പഴയ ഓർമ്മകൾ നമുക്ക് ഇപ്പോഴത്തെ കാലങ്ങളിൽ ഒന്നറിയുക, അതിൻ്റെ ഒരു ഓർമ്മ എന്നുള്ള രീതിയിൽ ഇത് നടത്തിക്കൊണ്ട് വരുന്നതാണ്. എന്നിരുന്നാലും ഇപ്പോഴത്തെ ഇതിൻ്റെ നടത്തിപ്പ് ചെയ്യുന്ന എല്ലാ സംഘാടകർക്കും അതൊരു വലിയൊരു അഭിനന്ദനം അറിയിക്കുന്നു. അപ്പോൾ അവിടെ ഒരു കൂപ്പൺ ഉണ്ടായിരുന്നു ഇതിൻ്റെ നടത്തിപ്പിനും കാര്യമായിട്ട് അവർ പണസമാഹരണം നടത്തുന്ന കൂട്ടത്തിൽ. അപ്പോൾ ഞങ്ങളത് ഒരു കൂപ്പൺ എടുത്തിരുന്നു. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് ഇതൊരു മകുടമുണ്ട്. അപ്പോൾ ഈ ഒരു മകുടം അവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇത് മകുടത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് പറയുന്നത്. മകുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു കോലിൽ ചെണ്ടയോട് കൂടി നമുക്ക് കറക്കി കഴിഞ്ഞാൽ രണ്ട് വശവും അടിച്ച് സൗണ്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള അതാണ് മകുടം. ഞാനത് വീഡിയോ എടുത്തിരുന്നു, പക്ഷേ എനിക്കത് നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മകുടത്തിന് വളരെ ചരിത്ര പ്രധാനമുണ്ട് എന്നുള്ളതാണ് ഈ മാറ്റച്ചന്തയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും മനസ്സിലായതാണ്. ഇപ്പോൾ കുറേ 3 പതിറ്റാണ്ടുകളായിട്ട് ഈ മകുടം ഉണ്ടാക്കുന്നത് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്നത് മൂലങ്കര കൃഷ്ണൻകുട്ടി എന്ന ഒരു അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ മകളും ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.